ഹേയ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മണാലി ട്രിപ്പിലെ ഒരു യാത്രയാണ്. മണാലി ട്രിപ്പിൽ നമ്മൾ സെക്കൻഡ് ഡേ, അതായത് ഓൾഡ് മണാലിയിൽ നിന്ന് റോഹ്താങ് പാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നൊരു യാത്രയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഓരോ യാത്രയും അത്രമേൽ മനോഹരം എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. എന്താ ഒരു നമ്മൾ പോകുന്നത് വെച്ചാൽ ട്രാവലറാക്കിയിട്ടാണ് പോകുന്നത്. അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം ഇതുപോലെ ഇവിടെ പോവാത്തവരും അവർക്കൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണിക്കണം തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ വെറുതെ എടുത്താണ്. കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല. ജസ്റ്റ് ഇങ്ങനെ അവർ പോകുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ എടുത്തതാണ്. എന്തായാലും അടിപൊളിയാണ്. നമുക്ക് മനസ്സ് തന്നെ എന്തോ ഒരു ശാന്തമാവും ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ. അപ്പം മാക്സിമം എല്ലാവരും പറ്റുന്നവരൊക്കെ യാത്രയൊക്കെ ചെയ്യാനൊക്കെ നോക്കുക. നമ്മളൊരു ട്രിപ്പായിട്ട്, അതായത് ഒരു സ്ട്രേഞ്ചേഴ്സ് പോലെ, പാക്കേജൊന്നുമല്ല, സ്ട്രേഞ്ചേഴ്സ് പോലെ ഒരു ഇൻസ്റ്റയിൽ പെട്ടെന്നൊരു ദിവസം ഒരു മെസ്സേജ് കണ്ടു, ഇങ്ങനെ ഒരു പാക്കേജല്ല, ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അങ്ങനെ കുറേ ആൾക്കാർ ജോയിനായി അതിൽ. പക്ഷെ അതിൽ ലാസ്റ്റ് ഒരു 10-30 ആൾക്കാർ ലാസ്റ്റ് കൺഫേം ആയി. അങ്ങനെ ഒക്ടോബർ 22-നാണ് നമ്മൾ പുറപ്പെട്ടത്. ഒക്ടോബർ 22 നമ്മൾ കേരള ടു മണാലി യാത്ര പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിനിനാണ് പോയത്. ഞാൻ എറണാകുളത്ത് നിന്നാണ് കയറിയത്. എറണാകുളത്ത് നിന്ന് ട്രെയിനിന് പോയി ഡൽഹി വരെ. അപ്പോൾ ഏകദേശം 2 ഡേയ്സ് എടുത്തിരുന്നു. ഫസ്റ്റ് നമുക്കൊരു മിസ്റ്റേക്കൊക്കെ പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് ട്രെയിൻ മിസ്സായി. എല്ലാവരും ജനറലിനാണ് പോയത്. ജനറലിന് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫേം ആയിട്ടുണ്ടായില്ല. അതായത് നിസാമുദ്ദീൻ എക്സ്പ്രസ് 12:25 കൊച്ചിയിൽ നിന്ന് എടുക്കുന്ന. പക്ഷെ അത് മിസ്സായി. എന്നിട്ട് ഞാനും വേറെ 2 ആളും കൂടി പോയത് നമ്മുടെ വൈകുന്നേരമുള്ളൊരു വണ്ടിക്കാണ്. അതും ബുധനാഴ്ച മാത്രം ഉണ്ടാകുന്നൊരു വണ്ടിയുണ്ട്, ഈവനിങ്. ഏതൊരു എക്സ്പ്രസ് ആണത്. അപ്പോൾ അതിൽ പോയി. പക്ഷേ നമ്മുടെ 1:30 പോയ കുറച്ച് ആൾക്കാർ ആ മറ്റേ വണ്ടിക്ക് പോയിരുന്നു. അപ്പോൾ അവരെത്തുന്നതിന് മുന്നേ നമ്മൾ എടുത്തിരുന്നു. അതാണ് സത്യാവസ്ഥ. കാരണം ഇത് സൂപ്പർ ഫാസ്റ്റാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാവർക്കും പറയലുണ്ട് ഭയങ്കര യാത്രയൊക്കെ വലിയ പ്രശ്നമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും തിരക്ക് വന്നത് ട്രെയിനിൽ. അത് കുറച്ചൊരു 3-4 സ്റ്റോപ്പ് വരെ അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ റോഹ്താങ് പാസിലേക്കാണ് നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റോഹ്താങ് പാസ്. എങ്ങനെയുണ്ട് അപ്പം മഞ്ഞൊക്കെ ഇങ്ങനെ ഏകദേശം സ്നോഫോളൊന്നും ഇല്ല, പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇടിഞ്ഞു കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അവിടെ എത്തി. അവിടെ നിന്ന് കുറേ മഞ്ഞിലൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ കുറച്ച് സമയം, ഇത്ര ഒരു സമയം അവിടെ നിൽക്കണം, എന്നിട്ട് താഴേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറാണ് പറഞ്ഞത്. പക്ഷേ 1-2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാപ്പിയൊക്കെ കൊണ്ടുതരും കേട്ടോ. ഒരു ചേട്ടനുണ്ട് കാപ്പിയൊക്കെ വെക്കുന്നത്. അപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നില്ല സംഭവം. ആ സമയത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ റേഞ്ച് ഉള്ള സമയത്ത് അയച്ചു തന്നാൽ മതി. ആ സമയത്ത് നമുക്ക് കാപ്പി തന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ റേഞ്ച് വരുന്ന സമയത്ത് നിങ്ങൾ അയച്ചാൽ മതി പൈസ എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വൺ ടൈമെങ്കിലും നിങ്ങൾ എന്തായാലും ഈ ഒരു സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യണം ലൈഫിൽ. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ വൺ ടൈമെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം.